ഗോൾഡിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 1925 ഏതാണ്ട് 25 രൂപയോളം നിന്ന ഗോൾഡാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന എൻ്റെ പൊന്നെ എന്ന് വിളിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഗോൾഡ് വന്നിരിക്കുന്നത്. മൊത്തത്തിലുള്ളൊരു ഗോൾഡിൻ്റെ മൈനിങ് നോക്കുകയാണെങ്കിൽ ഇതുവരെ 2,16,000 ടൺ ഗോൾഡ് മാത്രമാണ് മൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം ഷോർട്ടേജ് ഈ കമ്മോഡിറ്റിക്കുണ്ട്, അതായത് സപ്ലൈ ഷോർട്ടേജ് ഉണ്ട്. അതുകൂടാതെ സെൻട്രൽ ബാങ്ക് ഗോൾഡ് ബൈ ചെയ്യുന്നത് കഴിഞ്ഞ മാസം തന്നെ ഏതാണ്ട് 15 ടണ്ണോളം ഗോൾഡാണ് മേടിച്ചിരിക്കുന്നത്. ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഏതാണ്ട് ഒരു 50,000 ടണ്ണോളം സ്വർണ്ണമേ ഭൂമിയിലുള്ളൂ. ഇന്ത്യയിൽ തന്നെ ഒരു ഫേമസ് ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ CEO പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ദീപാവലി എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ സ്വർണ്ണത്തിൻ്റെ ഒരു സെയിൽ നടക്കുന്നത്. ജ്വല്ലേഴ്സിനെ സംബന്ധിച്ച് അവരുടെ പീക്ക് ടൈം. അപ്പോൾ ആ വ്യക്തി ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ഒരുപക്ഷെ ഈ തവണ ദീപാവലിക്ക് ഞങ്ങളുടെ ഷോറൂമുകളിൽ സ്വർണം മുഴുവൻ വിറ്റ് തീർന്ന് സ്റ്റോക്ക് ഔട്ട് ആയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇന്ത്യയുടെ GDP ഗ്രോത്തിൻ്റെ അത്രയും സ്വർണം നമ്മളുടെ വീടുകളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഭർത്താക്കന്മാരെക്കാളിലും ധനികർ ഭാര്യമാരാണ്. നമസ്കാരം, എല്ലാവർക്കും പെൻഡാഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ എല്ലാവരും തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്വർണം ഒരു നിക്ഷേപമായിട്ട് എന്നുള്ള ഇതിനെ കൺസിഡർ ചെയ്യണോ അതോ സ്വർണം ഒരു പീക്ക് ലെവലിലേക്ക് എത്തിയോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഇപ്പോൾ മാർക്കറ്റിലായാലും എല്ലാവരും തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർണം വളരെ പെട്ടെന്ന് വലിയൊരു ഗ്രോത്ത് നേടി. ഇപ്പോൾ കഴിഞ്ഞൊരു വർഷം കൊണ്ട് നല്ലൊരു എമൗണ്ട് ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ഒരു ഗ്രോത്തോടു കൂടി തന്നെ പോവുമോ അതോ ഇനി വിറ്റൊഴിയണോ, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെ ക്ലയൻസൊക്കെ തന്നെ ഇവിടെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ പെൻഡാഡിലെ തന്നെ റിസർച്ച് പ്രൊഡക്ട്സ് മാനേജേഴ്സ് മഞ്ചേഷ്, വിനോദ്, രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ പല ക്ലയൻസും ചോദിച്ചിട്ടുണ്ടാവും, സ്വർണം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇതുണ്ട്, അപ്പോൾ ഗോൾഡ് പ്രൈസ് ഇത്രയ്ക്ക് ഇങ്ങനെ കയറിപ്പോകുന്നു. എന്താണ് ഗോൾഡ് ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കയറിപ്പോകാനുണ്ടായ ഒരു കാരണം? ഇപ്പം പെട്ടെന്നൊരു നമുക്കറിയാം കഴിഞ്ഞൊരു വർഷത്തിൻ്റെ ഇടയിൽ മറ്റൊരു അസറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതലൊരു അപ്രിസിയേഷൻ ഗോൾഡിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതുപോലെ പെട്ടെന്നൊരു അപ്രിസിയേഷൻ വന്നത്? തീർച്ചയായിട്ടും ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു അപ്രിസിയേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു വളരെ ഫണ്ണായിട്ടുള്ളൊരു എലമെൻറ്റ് കൂടെ പറയാം. അതായത് ഒരുപക്ഷെ മറ്റ് ഇക്വിറ്റി മാർക്കറ്റിനേക്കാൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്തിട്ടുള്ള RBIയുടെ ബോണ്ടുകളാണെന്നുള്ളതാണ് ഇപ്പോൾ. കാരണം RBIയുടെ സോവറിൻ ഗോൾഡ് ബോണ്ട് അവർ ഇടക്കാലത്ത് നിർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ സോവറിൻ ഗോൾഡിൻ്റെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 100%-ലധികം ഒരു ഗവൺമെൻറ് ബോണ്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അതെ. അപ്പോൾ അതൊരു ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡുകൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പോൾ ഗോൾഡിനെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി ഫാക്ടേഴ്സ് ഇപ്പോൾ ഉണ്ട്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഉണ്ട്, അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സ് എല്ലാത്തിലും ഉള്ളതുപോലെ ഉണ്ട്. കാരണം മൊത്തത്തിലുള്ളൊരു ഗോൾഡിൻ്റെ മൈനിങ് നോക്കുകയാണെങ്കിൽ ഇതുവരെ 2,16,000 ടൺ ഗോൾഡ് മാത്രമാണ് മൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം ഷോർട്ടേജ് ഈ കമ്മോഡിറ്റിക്കുണ്ട്, അതായത് സപ്ലൈ ഷോർട്ടേജ് ഉണ്ട്. ഓക്കെ. എന്നാൽ ഡിമാൻഡ് വളരെയധികം ഹ്യൂജാണ്. ഡിമാൻഡ് ഹ്യൂജ് ആകുന്നതിന് ഒരുപാട് ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിട്ടുള്ള എക്കണോമിക്കൽ ക്രൈസിസ്, അതായത് അമേരിക്കയെ സംബന്ധിച്ച് എനിക്ക് എക്കണോമിയിലൊരു ഡബിൾ എഡ്ജഡ് സോഡ് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ്. കാരണം അവിടെ ഇൻഫ്ലേഷൻ ഹയർ ആയിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ അതിനനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇൻഫ്ലേഷൻ ഹയർ ആവുന്നു, അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്തുകൊണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവിടെ എപ്പോഴും ഡിമാൻഡ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും കുറക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിൽക്കുമ്പോൾ അത് ഗോൾഡിന് രണ്ട് തരത്തിലും ഫേവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒരു സേഫ് ഹേവൻ അസറ്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അത് തന്നെയാണ് കൂടുതലായിട്ടുള്ളൊരു കാര്യം. ഇത് കൂടാതെ തന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഗോൾഡിനെ സംബന്ധിച്ച് എപ്പോഴും വില കൂട്ടുന്ന ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും ഒരു സേഫ് ഹെവൻ എന്നുള്ള രീതിയിലാണ് ഈ ഗോൾഡിനെ പലപ്പോഴും കണക്കാക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഗോൾഡിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 1925 ഏതാണ്ട് 25 രൂപയോളം നിന്ന ഗോൾഡാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന എൻ്റെ പൊന്നെ എന്ന് വിളിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഗോൾഡ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ ഏതാണ്ട് $4,380 ഇപ്പോൾ ഒരുപക്ഷെ 4,500 ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എല്ലാം കൂടെ ഗോൾഡിനെ കൊണ്ട് എത്തിച്ചേക്കാം. ഇനി ഇത് കൂടാതെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്, അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു റിട്ടേൺ കിട്ടുന്ന അസറ്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിലേക്ക് വീണ്ടും ഇത് മാറും. മറ്റൊന്ന് ഡോളർ വീക്കാവുന്നത്, ഇത് മറ്റൊരു കാരണമാണ്. അതുകൂടാതെ സെൻട്രൽ ബാങ്ക് ഗോൾഡ് ബൈ ചെയ്യുന്നത് കഴിഞ്ഞ മാസം തന്നെ ഏതാണ്ട് 15 ടണ്ണോളം ഗോൾഡാണ് മേടിച്ചിരിക്കുന്നത്. ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഏതാണ്ട് ഒരു 50,000 ടണ്ണോളം സ്വർണ്ണമേ ഭൂമിയിലുള്ളൂ. ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ മൈൻ എടുക്കുന്നതിന് അതിൻ്റെ ഒരു 1/3 പണമേ ആകുന്നുള്ളൂ ഇത് മൈൻ ചെയ്ത് എടുക്കുന്നതിന്. പക്ഷേ പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി അത്ര സ്ഥലത്ത് പോയി മൈൻ ചെയ്ത് എടുക്കാനുള്ള അവിടുത്തെ പ്രശ്നങ്ങൾ, അതായത് ഈ സുരക്ഷ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളെ ഉള്ളൂ.
പക്ഷേ ഇത് കൂടാതെ തന്നെ സെൻട്രൽ ബാങ്കിൻ്റെ വർദ്ധിച്ച് വരുന്ന ബൈങ്, ചൈനയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾഡ് ബൈ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് ഈ ഡിജിറ്റൽ ഗോൾഡിലേക്ക് കണ്ടമാനം പമ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ് എല്ലാവരും ഗോൾഡ് ബീസ് അല്ലെങ്കിൽ ഗോൾഡ് ഫണ്ടുകളിലേക്ക് വരുന്ന വലിയൊരു ഇൻഫ്ലേഷൻ വരുന്നൊരു ഫണ്ട് ഫ്ലോ. അപ്പം അത്തരത്തിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഗോൾഡിൻ്റെ പ്രൈസിനെ വീണ്ടും ഹയർ ലെവലിലേക്ക് എത്തുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ സപ്ലൈ ഡിമാൻഡിൻ്റെ പ്രശ്നം. ഇനി ആൾക്കാർ ഇവിടെ ഒരു ആർത്തി പൂണ്ടിന് മേടിക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ അറിയാം, പലരും അസറ്റ്, അതായത് സ്റ്റോക്കൊക്കെ വിറ്റിട്ട് ഇനി ഗോൾഡിലേക്ക് മാറും. ഈ പ്രവണത അപകടകരമായ ഒരവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഒരു ഈ ബസ്സിന് കയറിയില്ലെങ്കിൽ ഇനി ബസ്സേ കിട്ടത്തില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ ആൾക്കാർ. സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് നമ്മൾ ഈ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഫിനോമിന ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഗോൾഡിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഇന്നത്തെ വിലയല്ല നാളെ കാണുന്നത്. സാധാരണ ഇപ്പോഴത്തെ ഒരു $100 ഒരു ദിവസത്തെ ഫ്ലക്ച്വേഷൻസ് വരുന്നത്. അപ്പോൾ ജ്വല്ലേഴ്സ് തന്നെ നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു രാവിലെ ഒരു പ്രൈസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പിറ്റേ ദിവസം വരെ അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇവരിപ്പോൾ ഒരു ദിവസം തന്നെ 4-3 തവണയൊക്കെ ഇത് റേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. കാരണം അത്രത്തോളം വൊളാറ്റിലിറ്റി ഇതിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഗോൾഡിനെ സംബന്ധിച്ചാണ് 65%-70% റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഇപ്പോൾ സിൽവറൊക്കെയാണെങ്കിൽ അതിന് മുകളിൽ 90% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഇന്ത്യയുടെ GDP ഗ്രോത്തിൻ്റെ അത്രയും സ്വർണം നമ്മളുടെ വീടുകളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഭർത്താക്കന്മാരെക്കാളിലും ധനികർ ഭാര്യമാരാണ്. അപ്പോൾ കാരണം അവർ ആഭരണമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം. അതിനൊരു അസറ്റ് ക്ലാസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരാണിപ്പോൾ പ്രധാനമായിട്ടും പണക്കാർ അല്ലെങ്കിൽ കോടീശ്വരന്മാർ. സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കാതെ തന്നെ ഗോൾഡ് വർഷങ്ങളായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണ് മഞ്ഞളിക്കുന്ന രീതിയിൽ ഗോൾഡ് പോവുകയാണ്. പക്ഷേ ഇതിനൊരു തിരിച്ചുവരവ് ഉണ്ടാകുന്നത് നമ്മൾ വീണ്ടും ഒരു 40,000-ലേക്കോ അല്ലെങ്കിൽ 30,000-ലേക്കോ ഒന്നും ഗോൾഡ് പോകാനുള്ള സാധ്യത പൊതുവെ കുറവാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നാട്ടിലെവിടെയെങ്കിലും അതുപോലുള്ള ഗോൾഡിൻ്റെ റിസർവ് കണ്ടെത്തണം. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ സെൻട്രൽ ബാങ്കുകളൊക്കെ ഇതുപോലെ ഗോൾഡിനെ ഒരു റിസർവായിട്ട് കരുതുന്നതും നമുക്കറിയാം. ഈ പെട്രോ ഡോളർ എന്ന് പറയുന്നൊരു പ്രതിഭാസം, ഈ ഗോൾഡിന് പകരം നമ്മൾ ഡോളർ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കിയറിയാം, ഒരു 2 ആഴ്ച മുമ്പ് കനേഡിയൻ പെൻഷൻ ഫണ്ട് ഒരു മുന്നറിയിപ്പ് നൽകി. അമേരിക്കയിലെ ബോണ്ടുകളും ഡോളറും ഒരുപക്ഷെ അതിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം. അതായത് ഒരു സേഫ് ഹെവൻ എന്നുള്ളൊരു സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം. അത് വീണ്ടും ഗോൾഡിലേക്ക് വന്നേക്കാം എന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു കമൻ്റ് ഉണ്ട്. കാനഡ പെൻഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരൊക്കെ ഇത്തരത്തിൽ കാണുന്നത് ഗോൾഡിനെ സംബന്ധിച്ച് വീണ്ടും ഈ ഡോളറിൻ്റെ അപ്രമാദിത്യം തകരുന്നത് മറ്റൊരു കാരണമാണ്. അതുപോലെ ബ്രിക്സ് രാജ്യങ്ങൾ പകരം ഒരു കറൻസി ഏർപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇന്ത്യ യുവാനിൽ ഇനിയിപ്പോൾ പെട്രോൾ മേടിക്കാൻ റഷ്യയിൽ നിന്ന് മേടിക്കാൻ പോവുകയാണെന്ന് പറയുന്നത് കേട്ടു. ഇനി ഇന്ത്യൻ റുപ്പിയിൽ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഇത്തരത്തിലൊക്കെ വരുന്നത് ഡോളറിനൊരു ഭീഷണിയാണ്. ഡോളറിന് ഭീഷണിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പണം വീണ്ടും ഗോൾഡിലേക്ക് പോവും. അപ്പോൾ അതാണ് ഗോൾഡിനെ ഇപ്പോഴും ഈ മികച്ച നിലയിൽ തന്നെ നിലനിർത്തുന്നത്. പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു നമ്മളൊരു കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ ആ ബൈങ് നമ്മൾ തികച്ചും ഭയക്കേണ്ടത് തന്നെയാണ്. ഒരു കറക്ഷൻ ഉണ്ടായാൽ ആൾക്കാർ ഇതുപോലെ തന്നെ പാനിക്കാവും. ഈ ആർത്തിയുടെ നേരെ ഓപ്പോസിറ്റാണ് അത് പാനിക്കാവുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഗോൾഡ് നമ്മുടെ നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗമായി മാറേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഒരു കൃത്യമായ അലോക്കേഷനിലാവുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഈ സ്വർണത്തിൻ്റെ ഇത് തന്നെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ഫേമസ് ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ CEO പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ദീപാവലി എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ സ്വർണത്തിൻ്റെ ഒരു സെയിൽ നടക്കുന്നത്. ജ്വല്ലേഴ്സിനെ സംബന്ധിച്ച് അവരുടെ പീക്ക് ടൈം. അപ്പോൾ ആ വ്യക്തി ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ഒരുപക്ഷെ ഈ തവണ ദീപാവലിക്ക് ഞങ്ങളുടെ ഷോറൂമുകളിൽ സ്വർണം മുഴുവൻ വിറ്റ് തീർന്ന് സ്റ്റോക്ക് ഔട്ട് ആയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ആ രീതിയിലാണ് സ്വർണത്തിൽ ഒരു ഇത് വരുന്നത്. ഇത് ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്ന ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഡിജിറ്റൽ രീതിയിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗോൾഡ് ബോണ്ടാവാം, ETF ത്രൂ ഗോൾഡ് മേടിക്കുന്നതും എല്ലാം ഇപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ അത് പലരും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്നത് ഇപ്പോൾ ജ്വല്ലേഴ്സിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡിജിറ്റൽ ഇതിൽ നല്ലൊരു ഹെഡ്ജിങ്ങുകളും കാര്യങ്ങളും അവർ നോക്കുന്നുണ്ട്. അപ്പോൾ ജ്വല്ലേഴ്സിനും അവരെ സംബന്ധിച്ച് സ്റ്റോക്ക് വയ്ക്കലും ഇതിൻ്റെ ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് വിനോദൻ? അപ്പോൾ അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ ഇതുവരെയുള്ളൊരു സിനാറിയോ അനുസരിച്ചിട്ട് ഗോൾഡിലൊരു 45% ഒരു നമ്മളൊരു ജ്വല്ലറി എന്നുള്ള രീതിയിലാണ്. ബാക്കി ഒരു 45%
ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ. ബാക്കിയുള്ള ഇതാണ് നമ്മൾ ETF-ഉം ഇതൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതൊരു ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആളുകൾ ജ്വല്ലറി വാങ്ങുന്നത് ഈ ഒരു പക്ഷേ വില കൂടുതൽ കൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം കുറയുന്നുണ്ട്. മറ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് ആളുകളുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡ് ETFും ഗോൾഡ് ബീസിനെയൊക്കെ നല്ലൊരു ഡിമാൻഡ് വരുന്നുണ്ട്. ജ്വല്ലേഴ്സിനെ സംബന്ധിച്ചിട്ട് അവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് കൂടിപ്പോകുന്നുള്ളവരാണ്. കൂടിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിട്ട് ഇവരിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മേക്കിംഗ് കോസ്റ്റും കാര്യങ്ങളും കാരണം മാത്രമാണ്. കാരണം അവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എന്തായാലും ഇവർക്ക് വിൽക്കണം. വിറ്റ് കഴിഞ്ഞാൽ തിരിച്ച് സ്റ്റോക്ക് എടുക്കണമെങ്കിൽ അപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിലായിരിക്കും ഇത് അവർ തിരിച്ചെടുക്കേണ്ടത്. അപ്പോൾ അവർ വിറ്റ പ്രൈസിനേക്കാൾ ചിലപ്പോൾ കൂടുതൽ പ്രൈസിനോ അല്ലെങ്കിൽ ആ റേറ്റിൽ തന്നെ വീണ്ടും ഗോൾഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ മേക്കിംഗ് കോസ്റ്റ് പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ആളുകൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ മേക്കിംഗ് കോസ്റ്റൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗോൾഡ് ETF-കളൊക്കെ. അപ്പോൾ ജ്വല്ലേഴ്സിനെ പിന്നെ എങ്ങനെ ഇതിൽ നിന്ന് ബെറ്ററായിട്ട് നിൽക്കാം എന്നുള്ളത് അവർ ചെയ്യുന്നത് ഹെഡ്ജ് ചെയ്യുക എന്നുള്ളതാണ്. ഹെഡ്ജ് ചെയ്യാനിപ്പോൾ ഗോൾഡിലെ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസൊക്കെ MCXൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് ജ്വല്ലേഴ്സ് കൂടുതൽ ഹെഡ്ജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു റിസ്ക്കും മിനിമൈസ് ചെയ്തിട്ട് മുന്നേറാനായിട്ട് സാധിക്കും. പ്രൈസിൽ ഭയങ്കര ഫ്ലക്ച്വേഷൻ വരുന്നുള്ള റിസ്ക് ഫ്ലക്ച്വേഷൻസ് ഒഴിവാക്കിയിട്ട് ജ്വല്ലേഴ്സിനെ സംബന്ധിച്ച് ഈ ഫിസിക്കൽ ഗോൾഡ് കയ്യിലിരിക്കുമ്പോൾ നമുക്ക് ഓപ്ഷനൊക്കെ സെല്ല് ചെയ്തിടാൻ പറ്റുന്ന ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ പലരും അത് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ചെറിയ ഗോൾഡ് ജ്വല്ലറിക്കാരൊന്നും അത്തരത്തിൽ ഇടപെടുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഒരു പരിധി വരെ അതിനകത്തുനിന്നുള്ള റിസ്ക് കുറേ ഒഴിവാക്കി എടുക്കാൻ പറ്റും. അല്ല, ഇപ്പോൾ ഈ മജേഷ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ ഉള്ളവർ തന്നെ മെയിൻ ജ്വല്ലേഴ്സ് എല്ലാവരും തന്നെ ഹെഡ്ജ് ചെയ്യുന്നുണ്ട്. അത്ര വലിയൊരു ഇതല്ലാത്തൊരു ഇപ്പോൾ ഒരു 1-2 ഔട്ട്ലെറ്റ് ഉള്ളതോ ആ രീതിയിലുള്ള ജ്വല്ലേഴ്സ് ഈ പറഞ്ഞ ഹെഡ്ജിങ് അധികം ചെയ്യണം. അവർ ശരിക്കും ഇത് ചെയ്യുകയാണെങ്കിൽ റിസ്ക് ഒഴിവാക്കി എടുക്കാം. റിസ്ക് ഒഴിവാക്കാം. കാരണം പെട്ടെന്നുള്ള ഒരു ഫോൾ ഇപ്പം കയറി നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു ഫോളിനകത്ത് നിന്ന് ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഫിസിക്കൽ അസറ്റ് ആണ് എങ്കിൽ പോലും അവരൊരു പക്ഷേ ഇതിൽ കുറഞ്ഞ വിലയ്ക്ക് എടുത്താണെങ്കിൽ പോലും ഇതിൻ്റെ ഈ പ്രൈസ് മൂവ്മെൻറ്റ് കുറച്ച് ഒരു പരിധി വരെയും ക്യാച്ച് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഹെഡ്ജിങ് ടൂൾസ് ഉപയോഗിക്കും. ഇപ്പോൾ ഇഷ്ടംപോലെ മാർഗ്ഗങ്ങൾ എക്സ്ചേഞ്ച് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ നമുക്കത് ഫലപ്രദമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേറൊരു ഇത് കൺസേൺ ഇപ്പോൾ പലരും ചോദിക്കുന്നത് വെച്ചാൽ ഈ ഫിസിക്കൽ ഗോൾഡായിട്ട് തന്നെ വാങ്ങി വയ്ക്കണോ, ഈ ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ഫണ്ടോ ആയിട്ട് പോകണമെന്നുള്ള. ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ഫണ്ടായിട്ട് പോകുമ്പോൾ മെയിൻ ഒരു ബെനിഫിറ്റ് ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നതിനെ അപേക്ഷിച്ച് പണിക്കൂലി വരുന്നില്ല, GSTയുടെ ചാർജസ് അങ്ങനെയുള്ളൊരു സേവിങ്സ് ഉണ്ട്. ഇതിന് ഫിസിക്കൽ ഗോൾഡിനേക്കാളും കുറച്ചുകൂടി സെക്യൂരിറ്റി ആംഗിളിൽ നോക്കുമ്പോൾ റിസ്ക്കും കുറവാണ്. നമ്മൾ ഫിസിക്കലി എടുത്ത് വയ്ക്കുന്ന അത് ഇന്നത്തെ കാലത്ത് ഈ പ്രൈസിൽ പോകുമ്പോൾ അതൊരു റിസ്ക് തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയുള്ളവരായിരിക്കണം ഫിസിക്കൽ ഗോൾഡ് കൺസിഡർ ചെയ്യേണ്ടത്? ആക്ച്വലി ഇത് ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ്. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചാണെങ്കിൽ പ്രത്യേകിച്ച് ഗോൾഡ് എന്ന് പറഞ്ഞൊരു സെൻറ്റിമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ഗോൾഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടി വാങ്ങുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പോൾ നാളെ ഒരു വിവാഹ ആവശ്യത്തിന് ഗോൾഡ് വാങ്ങുന്നതിനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഫിസിക്കൽ ഗോൾഡ് തന്നെയായിട്ട് വേണ്ടി വരും. പക്ഷേ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഗോൾഡ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അവരിപ്പോൾ തന്നെ ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം അതിന് പകരം അവർക്ക് ETFs ഒക്കെ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർദർ ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള അന്നത്തെ വിലയ്ക്ക് ഈ ETF വിറ്റ് മാറിക്കൊണ്ട് അപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ഡിസൈനിലനുസരിച്ചിട്ടുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സ് ആയിട്ട് അവർക്ക് മാറ്റി വാങ്ങാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള ഫിസിക്കൽ ഗോൾഡ് കീപ്പ് ചെയ്യുന്നതിനുള്ള റിസ്ക്കുകൾ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇത് സൂക്ഷിക്കാൻ ലോക്കറിൽ പോകേണ്ട, വീട്ടിൽ തന്നെ സേഫായിട്ട് വെക്കുന്നതിനുള്ള അൺസർട്ടനിറ്റീസ് ഇതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര നാളത്തേക്ക് കഴിഞ്ഞിട്ടാണ് ഗോൾഡ് വേണ്ടത്, ഫിസിക്കൽ ഗോൾഡായിട്ട് വേണ്ടത് എന്നതിനെ ബേസ് ചെയ്തിട്ട് അവർക്കൊരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ സാറ് പറഞ്ഞ പോലെയുള്ള GST കാര്യങ്ങളൊക്കെ ഇത് ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഈ ഗോൾഡ് ETFs അതിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുന്നത് നന്നായിരിക്കും. പിന്നെ ഒരു ഫിസിക്കൽ ഒരു സെൻറ്റിമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ ഗോൾഡ് ഓർണമെൻറ്റ്സ് അത് വളരെ ഷോർട്ട് ടൈം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ഗോൾഡ് ഓർണമെൻറ്റ്സ് വാങ്ങുക, അല്ലെങ്കിൽ ETFസിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഗോൾഡിനെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്നൊരു ലിക്വിഡിറ്റി കിട്ടുന്ന ഒരു അസറ്റ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ കൈ കുറച്ച് കാശ് കിട്ടുമ്പോൾ 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടാലും നമുക്ക് പെട്ടെന്ന് ഫണ്ടിന് ആവശ്യം വരുമ്പോഴത്തേനും ഗോൾഡിനെ സംബന്ധിച്ച് തൊട്ടടുത്തുള്ള അല്ല പണയം വെക്കാൻ പറ്റും. ബാങ്കിൽ പോയാലും അല്ലെങ്കിൽ അത്ര സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ പോയി വേണമെങ്കിലും നമുക്ക് പണയം വെക്കാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഈ ബാറായിട്ട് മേടിക്കുന്നവരോ കോയിനായിട്ട് മേടിക്കുന്നവരോ പണയം വെക്കാൻ അതിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെന്നാൽ അതിൻ്റെ ഒരു കൊളുത്തെങ്കിലും ഉണ്ടായിരുന്ന അത്തരത്തിൽ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ
അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ആഭരണത്തിലേക്ക് മാറും. ഈ പണിക്കൂലിയും പണിക്കുറവും ഒക്കെ നോക്കിയിട്ട് മേടിച്ചില്ലേ അതും ഒരു പ്രശ്നമാണ്. കാരണം നമുക്ക് 13% വരെയൊക്കെ നഷ്ടപ്പെടും ഈ ഫിസിക്കൽ ഗോൾഡ് മേടിക്കുമ്പോൾ. അതിന് ഏറ്റവും നല്ലത് നമ്മൾ ആഭരണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സിൻ്റെ പേരിൽ കല്യാണത്തിൻ്റെ പേരിലൊക്കെ മേടിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും അങ്ങനെ മേടിക്കുക. ബാക്കിയുള്ളത് ഡിജിറ്റൽ ഗോൾഡ് മേടിക്കാം. പക്ഷേ ഇത്രയും മാർക്കറ്റ് ഹൈ ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡിജിറ്റൽ ഗോൾഡ്, അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഗോൾഡ് ETFകൾ മേടിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മേടിക്കുന്നതിൽ ഒരല്പം റിസ്ക് ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മൾ ഗോൾഡ് ETFകൾ മേടിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ പ്രീമിയം, അതായത് അതിൻ്റെ വാല്യൂവും പ്രീമിയവും ഇപ്പോൾ നമ്മളൊരു 3 to 5% അല്ലെങ്കിൽ 10% അടുത്ത് പ്രീമിയം കൂടുതലാണ് ഓക്കെ നിലവിൽ. അത്തരത്തിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഈ ഗോൾഡിൻ്റെ വില ഒരല്പം കുറയുമ്പോൾ പോലും ഈ പ്രീമിയം ഈ ഒറിജിനൽ വാല്യൂയിലേക്ക് വരുന്നൊരു പ്രതിഭാസം കാണും. അപ്പോൾ ഇത് കണ്ടോണ്ടിരിക്കാനുള്ളൊരു ധൈര്യം വേണം. അതായത് ഇപ്പോൾ 10% ലോസ്, നമ്മൾ മേടിച്ചൊരു അസറ്റിന് 10% ലോസ് ആകുമ്പോൾ തന്നെ നമ്മുടെ മുട്ട് ഇടിക്കാൻ തുടങ്ങും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടേ ഇപ്പോൾ മേടിക്കാവുള്ളൂ. ചാടിച്ചെന്ന് ഗോൾഡ് മേടിക്കരുത്. ഗോൾഡ് ഒരു അല്പം പ്രൈസ് കറക്ഷൻ ഉണ്ടായി. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരുപക്ഷെ $3,800-3,900 വരെ ഗോൾഡ് വരാം. പക്ഷേ അത് എപ്പോൾ വരും എന്നുള്ളത് കാര്യത്തിലൊരു അൺസർട്ടനിറ്റി ഉണ്ട്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇപ്പോൾ, അതായത് ചൈന ആയിട്ടുള്ള US-ൻ്റെ ട്രേഡ് വാർ, ഇന്ത്യ ആയിട്ടുള്ള ട്രേഡ് വാർ, യുദ്ധങ്ങൾ, ഇപ്പോൾ നമ്മൾ യുക്രൈൻ റഷ്യ യുദ്ധങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നടക്കുമ്പോൾ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം വില അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഒരു കറക്ഷനിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് കറക്ഷനിൽ മേടിക്കുക എന്നാണ് നല്ലത്. ഇത് പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, പലരും കറക്ഷൻ വരും എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് ഇത് ഗോൾഡ് തിരിച്ച് കയറിപ്പോകുന്നൊരവസ്ഥയാണ് വരുന്നുണ്ട്. ഇത്തരം അവസ്ഥകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് മേടിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു 1 ലക്ഷം രൂപയുടെ ഗോൾഡ് മേടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 10,000 രൂപയുടെയോ അല്ലെങ്കിൽ 15,000 രൂപയുടെ മേടിക്കുക. വീണ്ടും താഴെ വരുന്ന സമയത്ത് അങ്ങനെ മേടിക്കുന്നതായിരിക്കും ഏറ്റവും ആരോഗ്യകരം എന്നാണ് തോന്നുന്നത്. മഞ്ജേഷ് ഈ പറഞ്ഞ ഒരു ഇത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മളുടെ ETFകളും ബീസുകളുമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് ലംസമായിട്ട് വാങ്ങുന്നതിന് പകരം SIP മോഡിൽ, ഒരു ആവറേജ് മോഡിൽ ഓരോ മാസവും വാങ്ങുന്ന രീതിയിലേക്ക്, ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എനിക്ക് തോന്നുന്നു ഓരോ ആഴ്ചയും വാങ്ങാവുന്ന രീതിയിലേക്കുള്ള പ്രൈസ് ഡിഫറൻസ് മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എടുത്തിട്ട് വാങ്ങുന്ന ഒരു SIP മോഡിൽ നമ്മൾ തന്നെ ഒരു അല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളോ ഗോൾഡ് ബീസുകളോ ഏതെങ്കിലും വാങ്ങിയിട്ട് SIP മോഡിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് നന്നായിരിക്കും കുറച്ചും കൂടെ. പിന്നെ ഒരു ടെക്നിക്കൽ ലെവൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മഞ്ജേഷ് പറഞ്ഞ പോലെ ഒരു സപ്പോർട്ട് 3,800 റേഞ്ചിലാണ്. പക്ഷേ ഞാനൊരു റെസിസ്റ്റൻസ് അപ്സൈഡ് കാണുന്നത് $4,500 per ounce എന്നുള്ള രീതിയിലേക്കാണ്. അതായത് നാട്ടിലെ നോക്കുകയാണെങ്കിൽ ഒരു 13,000 രൂപ പെർ ഗ്രാം എന്നുള്ള രീതിയിലേക്കൊക്കെ ഗോൾഡ് വന്നാലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ആ ഒരു അപ്സൈഡും കൂടെ, ഈ ഒരു അപ്സൈഡ് വളരെ ഷോർട്ട് ടൈമാണ്. അതിനുശേഷം മാർക്കറ്റിൽ ഒരു കറക്ഷനും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ വേറൊരു കാര്യം, ഈ ബോണ്ടിൻ്റെ ഒരു കാര്യം മഞ്ജേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബോണ്ട് ഇപ്പോൾ ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിൽ US ബോണ്ടുകളൊക്കെ ആളുകൾ മറ്റ് രാജ്യങ്ങൾ, കാരണം ട്രേഡ് വാറുകളൊക്കെ നിൽക്കുന്നതുകൊണ്ട് താരിഫുകൾ കൂടുതൽ ചുമത്തിരിക്കുന്ന രാജ്യങ്ങൾ ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിൽ US ബോണ്ടുകൾ വിറ്റഴിക്കുകയാണ്. അതിന് പകരം ഒരു ഗോൾഡ് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രേഡ് വാറുകൾ കുറച്ചൊന്ന് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും അവർ തിരിച്ച് US ബോണ്ടിലേക്കൊക്കെ കൺവെർഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വില കുറയാനുള്ള ഒരു പോസിബിലിറ്റി അതാണ് ഞാൻ കാണുന്നത്. ഒരു കറക്ഷൻ സാധ്യത, അത്തരത്തിലുള്ള ഒരു കറക്ഷനും ഗോൾഡിൻ്റെ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ മഞ്ജേഷ് സൂചിപ്പിച്ച ഒരു ലംസം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതെ, ഇപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ചില റേറ്റിംഗ് ഏജൻസിയൊക്കെ $1,200, അതായത് $11,200 വരെയാണ് ഒരു 7 വർഷത്തെ ടാർജറ്റ് എന്നൊക്കെ പറഞ്ഞ് വിലയിരുത്തുന്നത്. അപ്പോൾ അത് പോകുമെന്നൊന്നും നമുക്കറിയില്ല. ഒരുപക്ഷെ അവരുടെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അത്തരത്തിൽ വരുന്നത്. അതിന് മറ്റൊരു വലിയ ഗോൾഡ് മൈനൊക്കെ കണ്ടുപിടിക്കാതിരുന്നാൽ ഇന്നത്തെ സെനാരിയോയിൽ ഗോൾഡിൻ്റെ ഈ അപ്രമാദിത്യം തുടരുകയാണെങ്കിൽ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഒന്ന് കൂൾ ഓഫ് ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ചെറിയൊരു പോർഷൻ ഗോൾഡിന് എല്ലാ കാലത്തും നൽകുന്നത് നല്ലതാണ്. ചരിത്രവും അതാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇപ്പോൾ സ്വർണത്തിൻ്റെ എന്തുകൊണ്ടാണ് ഈ പെട്ടെന്ന് ഒരു ബൂം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. സ്വർണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെങ്കിലും എപ്പോഴും സ്വർണത്തിലേക്ക് മാത്രമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാതിരിക്കുക. ഒരു പോർഷൻ നമുക്ക് സ്വർണം കീപ്പ് ചെയ്യാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് എടുത്ത് ചാടി സ്വർണം വാങ്ങുക വിൽക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ലോങ് ടേം ആംഗിളിലേക്ക് നോക്കി ചെയ്തു പോവുക. പിന്നെ ഇപ്പം നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഒരു ഫിസിക്കൽ ഗോൾഡ് ആവശ്യകത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഓർണമെൻറ്റ്സ് ആ ഒരു രീതിയിലേക്ക് മേടിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും സുരക്ഷിതമായതും കോസ്റ്റ് കുറവായിട്ടുള്ള ഒരു മെത്തേഡ് എന്നുള്ള രീതിയിൽ ഗോൾഡ് ഫണ്ടുകൾ, ഗോൾഡ് ETF ത്രൂ മേടിക്കുക, അങ്ങനെയുള്ള രീതിയിൽ ചെയ്യുക. ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്നിട്ട് എല്ലാ മാസവും അല്ലെങ്കിൽ ഒരു കൃത്യമായ ഇടവേളകളിൽ സ്വർണം നമ്മൾ കുറേശ്ശെയായിട്ട് വാങ്ങി വയ്ക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. ഈ പ്രൈസ് വേരിയേഷൻസ് വരുന്നത് നമുക്ക് ഒരു പരിധിവരെ ഇതിൽ നിന്ന് കവർ ചെയ്തെടുക്കാനും സാധിക്കും.
സ്വർണം എല്ലാ കാലത്തും ഒരു നല്ലൊരു നിക്ഷേപം തന്നെയാണ്. പക്ഷേ എല്ലാ കാലത്തും ഇപ്പം ഈ അടുത്ത കാലത്ത് ഉണ്ടായ പോലെ ഒരു പ്രൈസ് ബൂം എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അത് നമ്മളുടെ ആവശ്യകതകളും നമ്മളുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് എപ്പോഴും സ്വർണ്ണത്തിൻ്റെ ഒരു അലോക്കേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.